ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് കുറഞ്ഞ വിലയ്ക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് 11.5 സെൻറ്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ നടുമുറ്റമുള്ള ഒരു വീടാണ്. എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റായിട്ട് കണക്കാക്കണം, കാരണം നമ്മുടെ വീഡിയോകൾക്ക് ലൈക്ക് തീരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടാണിത്. ഇത് കംപ്ലീറ്റ് വുഡ് പാനൽ ചെയ്തേക്കണം. ഇതെല്ലാം തേക്കിലാണ് ഫിനിഷ് ചെയ്തേക്കണം. എന്നിട്ടും എന്താണ് ഇത്ര വില കുറവെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അത് ഞാൻ പറയട്ടെ. അതിക്ക് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരോടാണ് ഈ കാര്യം. നമ്മളിപ്പോൾ കേരളത്തിലൊരു 10ഓളം ജില്ലകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഓരോ ജില്ലയുടെ പല ഭാഗത്താണ് നമ്മൾ ഉള്ള വീടുകളുടെ, അത് വിൽക്കാനുള്ള വീടുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ, വിൽക്കാനുണ്ടായിരിക്കുന്ന വീടുകളാണ് നമ്മൾ ചെയ്യണത്. ആ വീട് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കണ്ട് ഈ നടുമുറ്റത്ത് കംപ്ലീറ്റ് വെള്ളം, മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വരും. അപ്പോൾ അതിൻ്റെ അകത്താണ് ഇപ്പോൾ മീനൊക്കെ വളർത്താനിട്ടേക്കണം. അതിൻ്റെ അകത്ത് ഗോൾഡ് ഫിഷ് അവർ വളർത്തുന്നുണ്ട് പിള്ളേർ. അവർ മറ്റേ ആട്ടുകെട്ടിലൊക്കെ ഹാളിൽ തന്നെ സെറ്റ് ചെയ്യണം. നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് ഇതിനുള്ളത്. കാരണം ഈ നടുമുറ്റം സെറ്റ് ചെയ്തേക്കണ കാരണം നല്ല വലിപ്പമാണ് ഈ ഹാളിനുള്ളത്. ഉണ്ടോ, നല്ലൊരു ഏരിയയാണ് ഇത്. കംപ്ലീറ്റ് ഫ്ലോർ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം. പിന്നെ ഇതിൻ്റെ ഭിത്തിയും കാര്യങ്ങളൊക്കെ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പെയിൻറ്റ് ചെയ്യണം. പിന്നെ പുറത്തൊക്കെ കുറച്ച് ക്ലീനിങ്ങും പരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മണ്ണാണ് ഓൾറെഡി അവിടെ കിടക്കണത്. കാരണം ഇത് ഒരു കൽപ്പൊടി പ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പാക്കി പിന്നെ മതിലൊന്ന് പ്ലാസ്റ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഇതിൻ്റെ പുറത്ത് ബാലൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വീടായിരിക്കും ഉള്ളത്. ഇതൊന്ന് പെയിൻറ്റ് ചെയ്യണം, മതിലൊന്ന് പ്ലാസ്റ്റർ ചെയ്യണം. അതേകൂട്ട് തന്നെ മുറ്റത്ത് കുറച്ച് ഇൻ്റർലോക്ക് ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സൂപ്പർ ഒരു വീടായിരിക്കും. ഇത് കണ്ട ഇതിൻ്റെ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. എല്ലാവരും നല്ല വലിപ്പമാണ്. കാരണം 2800 സ്ക്വയർ ഫീറ്റിൽ ആ ഒരു ഹാള് നല്ലൊരു ഭാഗം മാറുന്നുണ്ട്. എന്നാൽ 5 ബെഡ്റൂമുണ്ട്. 5 ബെഡ്റൂമിലാണ് ഒരെണ്ണം ലിവിങ് ഏരിയ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൂമായിട്ട് ഉപയോഗിക്കാം. ഇതിൽ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമുണ്ട്. അതിനൊരു കോമൺ ബാത്റൂമാണുള്ളത്. അവിടെ വേണമെങ്കിൽ ബാത്റൂം വേറെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കാരണം ബാക്കി വെറുതെ ഓപ്പൺ ഇതായിട്ട് കിടക്കണതാണ്. ഓപ്പൺ ടെറസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ആ ഒരു കോമൺ ബാത്റൂമിൻ്റെ ആ ഭിത്തിര അവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരെ ഒരു അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ വീട് പണിതേക്കണ കംപ്ലീറ്റ് ഇഷ്ടിക ഉപയോഗിച്ചാണ് പണിതേക്കണം. അതുപോലെ എംസാൻഡൊന്നുമല്ല ഇതിൻ്റെ തേപ്പിന് ഉപയോഗിച്ചാൽ കംപ്ലീറ്റ് മണലിലാണ് ഈ വീട്. തേപ്പും കാര്യങ്ങളൊക്കെ, അതായത് പ്ലാസ്റ്റർ ചെയ്തേക്കണ കംപ്ലീറ്റ് പുഴ മണലിലാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഈ വീടിനുണ്ട്. ഇപ്പോൾ കുറച്ച് സാമ്പത്തിക പ്രശ്നം കാരണമാണ് ഈ വീട് വിൽക്കണത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കിച്ചണാണിത്. കിച്ചണിനൊക്കെ കംപ്ലീറ്റ് ഇതിൻ്റെ കബോർഡ് കാര്യങ്ങളെല്ലാവരും തേക്കാണ്. വേറൊരു മരം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളതെന്നുള്ളത്. കംപ്ലീറ്റ് കബോർഡ് കാര്യങ്ങളെല്ലാം തേക്കണം. നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ ഉള്ള നല്ലൊരു അടിപ്പം കിച്ചണാണിത്. വേണ്ട, നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഇനി ഇതിനേലും വലിയൊരു വർക്ക് ഏരിയയും ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തീ കത്തിക്കാൻ അത് വിറകടുപ്പ് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. പുകയില്ലാത്തൊരു വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ വിറകടുപ്പ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു നല്ലൊരു വർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇതൊരു സ്റ്റോർ റൂമും വർക്കിംഗ് സ്പേസൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. നല്ല വലിപ്പമുള്ള ഒരു ഏരിയയാണിത്. ഇനി ഈ വീടിൻ്റെ പുറത്താണെങ്കിൽ അതുപോലെ തന്നെ നല്ലൊരു സ്പേസാണ് ഇതിൻ്റെ ബാക്ക്. എന്നിട്ടാണ് ഞാൻ പറഞ്ഞ മതിലൊന്ന് പ്ലാസ്റ്റർ ചെയ്യാനുണ്ട്. ഇതൊന്ന് പ്ലാസ്റ്ററൊക്കെ ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്ത് ഇവിടെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ലുക്കേ മാറും. ഇപ്പം ഇതിങ്ങനെ കിടക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ആട്ട് കട്ടിലൊക്കെ ഉണ്ട്. ഒരു ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് എന്നല്ല, സ്റ്റെയർ കേസൊക്കെ ഗ്രാനൈറ്റും അതേപോലെ തന്നെ ഹാൻഡ് റെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെയാണ് ഉപയോഗിച്ചേക്കണത്. നല്ല ഗ്രാൻഡായിട്ട് പണിതൊരു വീടാണിത്. ഇതുണ്ട്, ഇതിൻ്റെ മുകളിലോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ഫ്ലോറെല്ലാം ടൈലാണ് ഫിനിഷ് ചെയ്തേക്കണം. മുകളിലത്തെ നിലയിൽ ഒരു വലിയ ബാൽക്കണി, 2 റൂം,
പിന്നെ ബാക്കിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് ഒരു ഏരിയ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് റൂം. നല്ല വലിപ്പമുള്ള റൂമാണ്, എല്ലാ റൂമും നല്ല സ്പേസാണ്. നല്ല വലിപ്പമുള്ള റൂമുകളാണുള്ള. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, ഒരു ബാൽക്കണി. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലോട്ടിൽ വേറെ എടുക്കാൻ വേണ്ടി ആവശ്യത്തിക്കുള്ള സ്പേസും ഉണ്ട്. കാരണം മുകളിലത്തെ താഴത്തെ ഹാളിൻ്റെ ആ സ്പേസ് കംപ്ലീറ്റ് മുകളിലേക്ക് കിടക്കണം. അപ്പോൾ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അത് 2800 സ്ക്വയർ ഫീറ്റാണുള്ളത്, മുകളിലും താഴെയും കൂടി. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേറെ റൂമൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. റൂമൊന്നും എടുക്കണ്ടില്ല, കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി 5 റൂമുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി. നല്ല വലിപ്പമുള്ള ബാൽക്കണിയാണ്. ഇവിടെ ഒരു ചാരുപടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നാണ്, അത് ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചാരുപടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബാൽക്കണിയായിട്ട് ഇത് ഉപയോഗിക്കാം. അത്യാവശ്യം ഒരു 3-4 വണ്ടി, 3-4 വണ്ടിയല്ല, അതിൽ കൂടുതൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കാരണം വീടിൻ്റെ ബാക്കിൽ വരെയും നമുക്ക് വണ്ടി കൊണ്ടിടാൻ പറ്റും, അത്രയും സ്പേസ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ബാക്കിലെ സ്പേസ്. ഇപ്പോൾ അതങ്ങോട്ട് കാണിക്കണില്ല, നല്ലൊരു സ്പേസാണ് ബാക്കിലോട്ടുള്ളത്. ഇതാണ് നടുമുറ്റത്തിൻ്റെ ഇതാണ്. ഇതാണ് ടാർ റോഡ് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഹൈവേന്ന് ശരിക്കും ഒരു 600-650 മീറ്ററേ ഉള്ളൂ ഈ വീട്ടിലൂടെ. അതായത് ഈ വീട് സ്ഥിതി ചെയ്യണത് പറവൂര് അങ്കമാലി റോഡിൽ, അത്താണി നമ്മൾ എയർപോർട്ടിലോട്ട് പോണ വഴിക്ക് ആണ് ഈ വീട് സ്ഥിതി ചെയ്യണത്. അതായത് മന്നം കവല കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് മാക്കനായി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ ഒരു 650 മീറ്റർ ബസ് സ്റ്റോപ്പാണത്. ആ ബസ് സ്റ്റോപ്പിൽ തന്നെയുള്ള ലെഫ്റ്റിലോട്ടുള്ള വഴിക്ക് ഒരു 650 മീറ്റർ മുന്നോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി ഒരു വീടാണ്. ഈ വീടിൻ്റെ സൈഡൊക്കെ ഞാൻ കാണിച്ചാൽ നല്ല സ്പേസാണ്, എത്ര വണ്ടി വേണമെങ്കിലും കൊണ്ടുവന്നിടാണ്ട. ഇവിടെ ഈ ഒരു ഏരിയ വരെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ ഒരു സ്പേസാണ് ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കളറുള്ള കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സ്പേസ് എന്ന് തോന്നിക്കും, അതേ കൂടെ തന്നെ നല്ല ഭംഗിയുമായിരിക്കുള്ളൂ. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. ഈ വീടിൻ്റെ ഇവിടെ ബാക്കിൽ അറ്റം വരെ ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റിലോട്ടും സ്പേസ് ഉണ്ട്, അവിടം വരെ വണ്ടി കയറ്റിയിടാൻ പറ്റും. കാരണം നല്ല വീതി, 11.5 സെൻറ്റ് സ്ഥലമുണ്ട്, 2800 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. കണ്ട ഈ അറ്റം വരെ നമുക്ക് വണ്ടി കൊണ്ടിടാൻ പറ്റും, കാരണം അത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ വീടിന് ഉദ്ദേശിക്കണ വില 80 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിൾ ആണ് കേട്ടോ.